അപ്പോൾ നമ്മളൊന്ന് പൊറോട്ട ഉണ്ടാക്കുകയാണ്. നമ്മൾ 1-2 പൊറോട്ടയല്ല, ഒരു 500 പൊറോട്ടയാണ് നമ്മുടെ പ്ലാന്. അപ്പോൾ നമ്മുടെ സുഹൃത്താണ് പഴനിസ്വാമിയാണ്. പൊറോട്ട മേക്കിങ്ങിൽ ഭയങ്കര ഫേമസ് ആളാണ് കേട്ടോ. നല്ല അടിപൊളി പൊറോട്ടയാണ്, വലിപ്പവും മുട്ടയൊക്കെ ഒഴിച്ച് ടേസ്റ്റുള്ള ഒരു പൊറോട്ടയാണ്. അതെ, പഴനിയപ്പണ്ണ, സോറി പഴനിസ്വാമിയാണല്ലോ, പഴനിയപ്പണ്ണ. അപ്പോൾ പുള്ളിന് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. കാരണം അത്ര വലിയ ഡിഷ് ആയതുകൊണ്ട് നമുക്കങ്ങനെ ഉണ്ടാക്കി പറ്റൂല. ചെറുതൊക്കെ 10 രൂപ പൊറോട്ടയൊക്കെ നമ്മൾ ഉണ്ടാക്കും. അപ്പോൾ നല്ല അടിപൊളി പൊറോട്ടയും ചെറിയൊരു കറിയും ഉണ്ട്. അതുകൊണ്ടാക്കി നമ്മളും കഴിച്ച് നമ്മുടെ ആളുകൾക്ക് നമ്മളവിടെ ഓർഫണേജ് കൊടുക്കാനുള്ള പരിപാടിയാണ്. പാലാണ്, പാല്. വെള്ളമാണ്, വെള്ളം. ഇതെത്ര 15 രൂപ മാവാണ് അല്ലേ? 17 അല്ലേ? 35 രൂപ മാവ് നമ്മൾ 35-40 രൂപ ഉണ്ട് അല്ലേ? ഉള്ളിൽ മിക്സിങ് ആക്കണം അല്ലേ? മുട്ടയൊക്കെ അല്ലേ? മുട്ട ഇല്ലാണ്ട് നമുക്ക് ഉണ്ടാക്കാം അല്ലേ? പക്ഷെ മുട്ട ഇട്ടാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് അല്ലേ? മുട്ടയും പാല് പഞ്ചസാരയൊക്കെ ചേരുമ്പോൾ അല്ലേ? പതുക്കെ പതുക്കെ ഇത് ഇളക്കിയെടുക്കാം. അതെ അല്ലേ? വെള്ളം പൊട്ടി അപ്പുറത്ത് പോലും അല്ലേ? കുറേശ്ശെ പൊടിയിട്ട് മിക്സ് ചെയ്തെടുക്കാം അല്ലേ? വെള്ളം പോരാത്ത പോലെ ഇരിക്കും അല്ലേ? മതിയാ? അതെ അതെ, വെള്ളം കൂടിയാൽ വലിയ പാടായിരിക്കും അല്ലേ? അത് ഒരു കൈ ഉപയോഗിച്ചിട്ട് നടക്കില്ല, 2 കൈ ഉണ്ടെങ്കിൽ സംഭവം. നമ്മുടെ വലിയ ടാസ്ക് കഴിഞ്ഞു അല്ലേ? ഇതൊന്ന് സോഫ്റ്റ് ആക്കി വെക്കാണ്ട്, ഇതൊരു തോർത്ത് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഒരു 1.5 മണിക്കൂർ വെച്ചാലേ ശരിക്കും മാവ് ശരിക്കും സോഫ്റ്റ് ആവുള്ളൂ. ശേഷം നമുക്ക് ഇത് അടിച്ചെടുക്കാൻ പറ്റുള്ളൂ അല്ലേ? നമ്മൾ അടുത്ത മാവ് കുഴയ്ക്കുമ്പോഴേക്കും ഇത് ശരിയാവും അല്ലേ? നല്ല നനഞ്ഞ തോർത്തുകൊണ്ട് മൂടി വയ്ക്കാം. നമ്മൾ 2 എണ്ണം കുഴച്ച് വെച്ചു. ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ ആയില്ലേ? ഇത് പിടിക്കട്ടെ, ഇതിൻ്റെ കൂടെ ഇരിക്കട്ടെ. ഇത് നമ്മൾ പിന്നെ എടുക്കുള്ളൂ. ആ, ബോളാക്കി. ഇത് നമ്മൾ ബോൾ പിടിക്കണം. ഇതാണ് നമ്മുടെ ബോൾ അല്ലേ? 2 എണ്ണം വരും അല്ലേ ഇതിനകത്ത്? ഇത് കുറച്ച് എണ്ണ ഇങ്ങനെ 2 കയ്യിലാക്കിയിട്ട് അങ്ങനെ ആക്കി ഇവിടെ വെച്ചാൽ ഇനി നമുക്ക് അടിക്കുമ്പോൾ നല്ലൊരു ഫ്രീ കിട്ടും അല്ലേ? ഒന്നും ഒട്ടുമില്ല. നമ്മുടെ പരിപാടി കഴിഞ്ഞ് മൂടി വെക്കാം കുറച്ച് നേരം. കുറച്ച് 10 മിനിറ്റ് കൂടെ റെസ്റ്റ് എടുക്കണം അല്ലേ? അപ്പോൾ ശരിക്കും ഇതാവുള്ളൂ. പ്ലാസ്റ്റിക് കവർ കൊണ്ട് മൂടിയാലാണ് പെട്ടെന്ന് സോഫ്റ്റ് ആകുക. പക്ഷേ പ്ലാസ്റ്റിക് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ.
കല്ല് ഭയങ്കര ചൂടാ. ഓക്കെ ഓക്കെ. സംഗതി കുറേ കൂടുതലുള്ളതുകൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഒറ്റയ്ക്ക് അതെ പുള്ളിക്ക് പെട്ടെന്ന് ഒറ്റയ്ക്ക് ആവില്ലത്. നമ്മളും കൂടി അടിച്ചു കൊടുത്താലേ സംഗതി റെഡിയാവുള്ളൂ. നല്ല അടിപൊളി പൊറോട്ട. നമ്മൾ ബീഫ് കറിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് പൊറോട്ടയ്ക്ക്. ഒന്നും സംസാരിക്കാൻ പറ്റില്ല എത്ര നേരം. സംഗതി എന്താണെന്ന് വെച്ചാൽ ഒരേ തിരക്ക് പണി നിർത്തിയ സംഗതി ആ കോഴി 1500 പൊറോട്ട. ഇനി കുറച്ച് പൊറോട്ട കൂടെ അടിക്കാൻ ബാക്കിയുണ്ട് നമുക്ക്. നമ്മളിവിടെയാണെങ്കിൽ ഇരുട്ടായി പോയി. അപ്പോൾ നമുക്ക് ടേസ്റ്റൊക്കെ നോക്കിയിട്ട് കുറച്ച് നേരം കൂടി കഴിഞ്ഞാൽ നമുക്ക് പോവാം. അപ്പോൾ ടേസ്റ്റ് നോക്കോളെ. റെഡി? കഴിച്ചോ? സാപ്പിട്. ഇപ്പം തമിഴ് മലയാളം കൊടുക്കാമെന്ന് പറഞ്ഞ ആളാ. ബീഫ് അല്ലേ? ബീഫ് നല്ല തേങ്ങ കൊത്തൊക്കെ ഇട്ട് വെച്ചാൽ ചൂട്. സംഭവം അടിപൊളിയാ. സൂപ്പറായിട്ടുണ്ട് കേട്ടോ. സംഭവം അടിപൊളി. പൊറോട്ട നല്ല മുട്ടയും പാലൊക്കെ ചേർത്ത് നല്ല അടിപൊളി പൊറോട്ട. നല്ല സോഫ്റ്റ് പൊറോട്ട. ബീഫ് നന്നായി വന്നിട്ടുണ്ട്. അത് നല്ല ടേസ്റ്റ് ഉണ്ട്. താങ്ക് യു. ബീഫ് കറി നമ്മൾ കാണിച്ചില്ല, വീഡിയോയിലില്ല. നമ്മൾ പുറത്ത് വെച്ചാൽ അത് ബീഫ് കറി ഉണ്ടാക്കാന്നുണ്ടെ നമ്മൾ വെറുതെ അങ്ങനെ കൊടുത്തിട്ട് കാര്യമില്ല. പൊറാട്ടയും ബീഫും മലയാളികളുടെ ഒരു സംഭവമാണ് അല്ലേ, ഒരു താരമാണ്. താരം ആണോ? കറി എങ്ങനെയുണ്ട്? പൊറോട്ട എങ്ങനെയുണ്ട്? ആണോ? താങ്ക് യു. അപ്പോൾ ഓക്കെ, നമുക്ക് നമ്മൾ ഇതുമായിട്ട് നമ്മൾ നമ്മുടെ ഓർഫണയിലേക്ക് പോകണം. അപ്പോൾ ബാക്കി വീഡിയോ നമുക്ക് അവിടെ വെച്ചാണ്. ആ
എനിക്ക് വെള്ളം വേണ്ട, ഒരു 2 മിനിറ്റ്. എന്താ നമ്മുടെ ഗ്രേവി? മണം സഹിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലെ നമ്മുടെ ഈ ഓർഫനേജിൽ ഫുഡ് കൊടുക്കാൻ നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വീഡിയോയുടെ താഴെ ഞാൻ നമ്പർ കൊടുക്കാം, ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും കൊടുക്കാം, അല്ലെങ്കിൽ പൈസ അയച്ചു കൊടുക്കാം. അപ്പോൾ അതിനുള്ള ഭക്ഷണത്തിനുള്ള സംഭവം ഉണ്ടാക്കി നിങ്ങൾക്ക് വീഡിയോ വേണമെങ്കിൽ ഇവർ അയച്ചു തരും. ഓക്കെ, അപ്പോൾ ആ ഒരു സഹായങ്ങൾ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കണ്ട് ഒരുപാട് പേര്, ഒത്തിരി പേര് ഇവിടെ സഹായത്തിനെത്തിയിട്ട് അതിന് ഭക്ഷണം കൊടുക്കാൻ എത്തിയിട്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു വലിയൊരു നന്ദി അറിയിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായത് ഞാനൊന്നും പറയില്ല, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അപ്പോൾ വീണ്ടും നല്ലൊരു അടിപൊളി വീഡിയോ കാണാം. ബൈ.